പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ വചനധ്യാനത്തിനായി നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം, അതിന്റെ 40-41 വാക്യങ്ങൾ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു വാക്കെടുക്കുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ഇതിനകത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കൽ യേശു കർത്താവ് ഗത്സമന എന്ന തോട്ടത്തിലേക്ക് പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. അവരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശേഷം അല്പദൂരം മാറിപ്പോയി പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ യേശു കർത്താവ് മടങ്ങി വന്ന് നോക്കുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു പോയ പത്രോസും യാക്കോബും യോഹന്നാനും സുഖകരമായിട്ട് ഉറങ്ങുക. ഹല്ലേലൂയ. എന്നാൽ ഈ 3 പേര് ഉറങ്ങുമ്പോൾ അതിനകത്ത് നമ്മൾ വായിക്കുകയാണ്, പത്രോസിനോട് എൻ്റെ കർത്താവ് പറയാ, പത്രോസെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പ്. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. എന്തുകൊണ്ടാണ് ഈ 3 പേരുണ്ടായിട്ട് പത്രോസിനോട് തന്നെ എൻ്റെ യേശു കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പറഞ്ഞത്? അതിന് വ്യക്തമായ കാരണമുണ്ട്. സ്തോത്രം. വാഗ്ദത്തം പ്രാപിച്ചവനാണ് പത്രോസ്. ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ ആരെന്ന് എന്നെ മനസ്സിലാക്കി. പത്രോസ് എടുത്തു ചാടി ഒരു ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അത് കഴിഞ്ഞപ്പോൾ എന്റെ കർത്താവ് പത്രോസിനോട് ഒരു കാര്യം പറഞ്ഞു, നിന്നിലൂടെ ഞാൻ സഭ പണിയാൻ പോകുക. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത രീതിയിൽ പത്രോസ്, നിന്നിലൂടെ ഞാൻ ഒരു ദൈവപ്രവൃത്തി അയക്കാൻ പോകുക. വാഗ്ദത്തം കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് പത്രോസ്. ഇന്ന് രാത്രികാലം ഈ വചന വെളിപ്പാട്, വചനാലോചന കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതല്, ആർക്കും ഇല്ലാത്ത സ്തോത്രം വാഗ്ദത്തം നിങ്ങളോടും നിങ്ങളുടെ തലമുറകളെ മേലും ദൈവാത്മാവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളോടായിട്ട് പരിശുദ്ധാത്മാവ് പറയാ, ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കൽ യേശു കർത്താവ് പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു, ശിമോനെ, ശിമോനെ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റിക്കളയുക. സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അനുവാദം കൊടുത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പത്രോസിനെ പിന്തുടർന്ന് നടക്കുന്ന ഒരു സാത്താൻ ഉണ്ടെന്ന് എന്റെ യേശു കർത്താവ് മനസ്സിലാക്കി. അവന്റെ മേലൊരു വാഗ്ദത്തം ഉള്ളത് കൊണ്ട് അവൻ ദൈവത്തിന് വേണ്ടി നാളെ ഒരു കാലത്ത് പ്രയോജനപ്പെടുമെന്ന് കണ്ടുകൊണ്ട് ഹല്ലേലൂയ, എന്റെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സഭ പണിയുക, എന്റെ കർത്താവിനെ പ്രയോജനപ്പെടുത്തുമെന്ന് കണ്ടുകൊണ്ട് പിശാചവനെ ഫോളോ ചെയ്യുക, സാത്താൻ അവനെ ഫോളോ ചെയ്യുക. അതുകൊണ്ട് യാക്കോബിനോട്, യോഹന്നാനോട് പറയാത്തൊരു കാര്യം എന്റെ കർത്താവ് സ്പെസിഫൈ ചെയ്ത് പത്രോസിനോട് പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇന്ന് രാത്രി കാലം സ്തോത്രം, നാളെ കാലത്ത് ദൈവ പൈതലെ, ദൈവമക്കളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ തലമുറകളെ നിങ്ങളെ എന്റെ ദൈവം പ്രയോജനപ്പെടുത്തുമെന്ന് ഉന്നതകരമായൊരു വാഗ്ദത്തം ഈ ലോകത്തിലൊരു നന്മയല്ല കേട്ടോ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അയക്കുമെന്ന്, ഭൂഖണ്ഡങ്ങളിൽ അയക്കുമെന്ന്, ലോക സുവിശേഷീകരണത്തിനു വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന്, നിങ്ങളുടെ തലമുറകളെ ദൈവം വാർത്തെടുക്കുമെന്ന്, അന്ത്യകാല അഭിഷേകം നൽകി ദൈവം അവരെ പറഞ്ഞയക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം തലമുറകളെ നോക്കി, നിങ്ങളോട് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്ര, സാരമില്ലെന്ന് പറഞ്ഞ് ദൈവം അതിന്റെ സമയത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് ചന്തോചിതമായി നടക്കുമെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത് ദൈവ പൈതല്. ആ നിമിഷം മുതൽ അതിന്റെ പ്രവൃത്തി പദത്തിൽ എത്തിക്കാതിരിപ്പാ. ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ തലമുറകളെ കൊണ്ടെത്തിക്കാതിരിക്കുക. പിശാച് കെണികളുമായി കടന്നു വരും. അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എങ്ങനെയുള്ളവരോട് ദൈവം പ്രാർത്ഥിക്കാൻ പറയുന്നത്? ഹല്ലേലൂയ. ഒരു ദൈവ പദ്ധതിക്ക് വേണ്ടി നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ കണ്ടിട്ടുണ്ട് എന്ന് ദൈവാത്മാവ് നിങ്ങളോട് വചനത്തിലൂടെ ആകട്ടെ, ദൈവദാസന്മാരിലൂടെ ആകട്ടെ, ദൈവദാസിമാരിലൂടെ ആകട്ടെ, പ്രവാചക ശബ്ദങ്ങളിലൂടെ ആകട്ടെ, നിങ്ങളോടൊരു അരുളപ്പാട് എന്റെ ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വചന വെളിപ്പാട് നിങ്ങളോട് പറയുക, ദൈവമക്കളെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ഹല്ലേലൂയ.
ഒന്നാമതായിട്ട് നമ്മൾ വായിച്ചു, അവൻ എന്തുകൊണ്ടാ ഹല്ലേലൂയ പിശാച് പത്രോസിനെ ദൃഷ്ടി വെക്കുന്നത്. ഹല്ലേലൂയ എന്തുകൊണ്ടാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പത്രോസിനോട് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 18-19 വായിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പത്രോസേ, ഞാൻ നിന്നിലൂടെ ഒരു ദൈവ പ്രവൃത്തി ആരംഭമിടാൻ പോകുക. ഹല്ലേലൂയ ഞാൻ നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പോകുക. 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് പത്രോസ്. ഒന്നാമതായി നമ്മൾ കേട്ടു, വാഗ്ദത്തം കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് പത്രോസ്. അതുകൊണ്ട് ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും പത്രോസെ നീ പ്രാർത്ഥിക്കണം. രണ്ടാമതായി കാണുന്നു, അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് പത്രോസ്. അതുകൊണ്ട് പത്രോസേ ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലോ, യാക്കോബ് പ്രാർത്ഥിച്ചില്ലെങ്കിലോ, യോഹന്നാൻ ഉണർന്നില്ലെങ്കിലോ പത്രോസേ നീ ഉണരണം. ഇന്ന് രാത്രികാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് പറയുക, ഹല്ലേലൂയ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട ചിലര്, വാഗ്ദത്തം ഹല്ലേലൂയ പ്രാപിക്കപ്പെട്ട ചിലര്, വാഗ്ദത്തം കേട്ട ചിലര് ഹല്ലേലൂയ അതിനെ ലാഘവത്തോടെ കണ്ട് മാറിയിരിക്കുമ്പോ ഇന്ന് രാത്രികാലം ആര് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവ പൈതലേ മുറിക്കകത്ത് മുറി അടച്ചിട്ടിരുന്ന് അകത്ത് കയറി രഹസ്യത്തെ കാണുന്ന പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വാഗ്ദത്തത്തിലേക്ക് നിന്നെ എത്തിക്കാതിരിപ്പോ പിശാച് അശ്രാന്ത പരിശ്രമമായി കടന്നു വരുന്നുണ്ട്. ചില കുതന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഇന്ന് രാത്രികാലം അത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഒന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്ക്. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പത്രോസിലൂടെ ദൈവം ചെയ്തെടുപ്പ ഉദ്ദേശിച്ചതിന്റെ പൂർത്തീകരണ പദത്തിലേക്ക് ദൈവം അവനെ കൊണ്ടു ചെന്നാക്കിയതുപോലെ സ്തോത്രം നോക്കണമേ. പത്രോസ് പിന്മാറ്റത്തിലേക്ക് കടന്നു പോകേണ്ടതായി വന്നു കേട്ടോ. കർത്താവ് മരിച്ചടക്കപ്പെട്ടിട്ട് പത്രോസിനെ നോക്കുമ്പോ പത്രോസ് എവിടെ നിൽക്കുന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം, തിബരിയാസ് കടൽപ്പുറത്താണ് നിൽക്കുന്നത്. തിബരിയാസ് കടൽപ്പുറത്ത് താൻ ഉപേക്ഷിച്ച വള്ളവും വലയും ഒക്കെ എടുത്ത് അവിടെ നിൽക്കുമ്പോൾ അവനോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം യേശു കർത്താവ് അവിടെ വന്ന് അവനെ വിളിച്ച് അവനെ മടക്കി വരുത്തി, അവനെ കൊണ്ടുള്ള ദൈവിക പദ്ധതിയിലേക്ക് അവനെ മടക്കി വരുത്തിയിട്ടാണ് എൻ്റെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം വാഗ്ദത്തം കേട്ട നിങ്ങളുടെ തലമുറ പിന്മാറ്റത്തിലായിരിക്കുന്നുവോ, ദൈവമായിട്ട് ഒരു ബന്ധത്തിൽ ആയിരിക്കാതെ വണ്ണം അവർ ലോകപരമായി ജീവിക്കുന്നുണ്ടെങ്കിലോ ഇന്ന് രാത്രികാലം ഭാരപ്പെടേണ്ട ദൈവ പൈതലേ നീ മുറി അടച്ചിട്ട് അവിടെ ഇരുന്ന് മുഴങ്കാലിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. അതൊരു പത്രോസ് ആണെങ്കിൽ അതിനെ എത്ര ജയിലറക്കകത്ത് അടച്ചു വെച്ചിരുന്നാല് പുറത്തു കൊണ്ട് വരാതെ വണ്ണം ഒന്നാം കാവല് രണ്ടാം കാവല് ഹല്ലേലൂയ ഇരുമ്പ് വാതിലും കൊണ്ട് അതിനെ അടച്ച് അകത്തളങ്ങളിൽ വച്ചിരുന്നാല് എൻ്റെ കർത്താവ് അതിനെ പുറത്തു കൊണ്ടുവരും. മകനെ പുറത്തു കൊണ്ടുവരും, എൻ്റെ മകളെ പുറത്തു കൊണ്ടുവരും. എൻ്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാലോ ഇന്ന് രാത്രി വചനം പറയാം, ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പത്രോസിനോട് പറഞ്ഞു, പത്രോസ് പരീക്ഷയിൽ അകപ്പെട്ട് കേട്ടോ. ഇന്ന് രാത്രികാലം ദൈവമക്കളെ ആരോടുമില്ലാത്ത പോരാട്ടം നിങ്ങളോട് കടന്നു വരും. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആരംഭം കുറിക്കുക. ഹല്ലേലൂയ കല്ലിൽ അന്ത്യകാലഘട്ടത്ത് പ്രയോജനപ്പെടേണ്ട ചില പത്രോസുമാ ഉറങ്ങിക്കിടക്കുക. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുക, ഒന്ന് ഉണരാൻ തയ്യാറാകുക. ആരെ നോക്കരുത്, ആര് പ്രാർത്ഥിക്കാതിരിക്കട്ടെ, ആര് ഉപവസിക്കാതിരിക്കട്ടെ, നീ അവരെ ഒന്നും നോക്കാതെ ഒന്ന് മാറി ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പാൻ ഉദ്ദേശിക്കുന്ന ആ ദൈവ പദ്ധതികളെ ദൈവാത്മാവ് വെളിച്ചത്ത് കൊണ്ടുവരും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള പാതകളെ ദൈവം വെളിച്ചത്ത് കൊണ്ടുവരും. സുവിശേഷ വേലയോടുള്ള ബന്ധത്ത് വാതിലുകൾ അടയപ്പെട്ട് കാണാതെ വണ്ണം ഭാരപ്പെടുന്ന ദൈവവേദനെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള വാതില് സർവശക്തൻ നിന്റെ മുമ്പിൽ തുറന്നു വെച്ച് തരും. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ ഇപ്രകാരമാണ് വചനം പറഞ്ഞത്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേ. എന്തുകൊണ്ടാ പത്രോസിനോടത് പറഞ്ഞത്? ഒന്നാമതായി വാഗ്ദത്തം കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് പത്രോസ്. രണ്ടാമതായി സ്തോത്രം അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് പത്രോസ്. ഇന്ന് രാത്രികാലം വാഗ്ദത്തം കൈമാറ്റം ചെയ്യപ്പെട്ട, അധികാരങ്ങളെ കൈമാറ്റം ചെയ്യപ്പെട്ട ദൈവ പൈതലേ, ദൈവാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായ ആലോചന പറയുക, ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാമോ? കാരുണ്യവാനായ നല്ല
കഥാവേ. ഇന്നലെ രാത്രി സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്ന കഥാവേ. ആമേൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയാതവണ്ണം ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, കിടത്തിക്കളയുന്ന അനുഭവങ്ങൾ, ബലഹീനമാക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം മാറട്ടെ കഥാവേ. ഈ ദൈവ ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ. പ്രാർത്ഥിപ്പാൻ ദൈവം ബലപ്പെടുത്തണമേ. ബലഹീനതകൾ മാറട്ടെ. പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ, കുടുംബങ്ങളുടെ അകത്തളങ്ങൾ ദൈവം ഒരുക്കുമാറാകണമേ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പ. വാഴ്ത്തത്വം പ്രാപിച്ചതില് പത്രോസുമാരുണ്ട്. ഹല്ലേലൂയ. ചില ഹല്ലേലൂയ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ട പത്രോസുമാരുണ്ട്. ദൈവാത്മാവിന്റെ രാത്രികാലം അവരെ ഉണർത്തുമാറാകണമേ കർത്താവേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാ. പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാ. എന്റെ ദൈവമായ കർത്താവ് അവരെ ബലപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കുമാറാകണമേ. ആമേൻ. ദൈവം അവരെ ബലപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.